വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രുതിരം സിനിമ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ ജിഷോ ലോണാണ്. കക്ഷി എഴുതിയിരിക്കുന്ന ആ കഥ എന്ന് പറയുന്നത് ഒരു ക്രൈം ത്രില്ലറാണ്. ഈ സിനിമയിൽ മറ്റ് കാര്യങ്ങൾക്കൊന്നും തന്നെ പ്രാധാന്യമില്ല. അതായത് സോങ്സോ അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ വല്ലാത്ത സെൻറ്റിമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിലില്ല. ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ക്രൈം ത്രില്ലർ മൂവിയാണ്. അപ്പോൾ ഇതിൽ ഇരയാകപ്പെടുന്ന വ്യക്തികൾ, ഈ സിനിമയുടെ തുടക്കം മുതലേ ഇരയാകപ്പെടുന്ന വ്യക്തികൾ എപ്പോൾ രക്ഷപ്പെടും, അതിന് എങ്ങനെ ഒരു ഉണ്ടാകും എന്ന് നമ്മളെ ത്രില്ലടിപ്പിക്കാൻ ജിഷോ ലോൺ എന്ന ഈ ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. സാധാരണ വില്ലൻ ആരാണ് എന്നൊന്നും നമുക്ക് ആദ്യം മനസ്സിലാകാതെ സിനിമയുടെ അവസാനമാണ് വില്ലൻ ആരാണെന്നൊക്കെ കാണിക്കുക. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. തുടക്കത്തിൽ തന്നെ വില്ലൻ ആരാണ്, ക്രൈം ആരാണ് ചെയ്യുന്നത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വില്ലൻ ആരാണ് എന്ന് മനസ്സിലാകാനുള്ള ഒരു സസ്പെൻസ് ത്രില്ലിങ് നമുക്ക് ഈ സിനിമയിലില്ല. പകരം വില്ലനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു പഴുതുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രില്ലിങ് ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, ഈ സിനിമ എടുത്തിരിക്കുന്ന ലൊക്കേഷനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ കാണിച്ചത് കൊണ്ട് ആ സിനിമ ഇഷ്ടപ്പെടണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനത്തെ നല്ല ലൊക്കേഷനുകൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഈ സിനിമ എടുത്തിരിക്കുന്ന ആ സിനിമാറ്റോഗ്രാഫിയുടെ സ്റ്റൈലും നന്നായിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നത് സജദ് കാക്കു ആണ്. കക്ഷി നന്നായിട്ട് തന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ എഡിറ്റർ ഭവൻ ശ്രീകുമാർ, അങ്ങേരും ഇതിൻ്റെ എഡിറ്റിങ് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന രാജ്ബി ഷെട്ടി, കക്ഷിക്ക് ഇതിൽ കുറേ വേഷങ്ങളുണ്ട് കേട്ടോ, പല മുഖങ്ങളുണ്ട്. അതൊക്കെ കക്ഷി നമുക്കറിയാം. രാജ്ബി ഷെട്ടി അഭിനയിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ, ഇപ്പോൾ കൊണ്ടൽ സിനിമയിൽ അങ്ങേരുടെ വേഷം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയുടെ ടർബോ സിനിമയിൽ കക്ഷി വില്ലൻ വേഷം നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം നല്ലൊരു നടനാണ്. അപ്പോൾ അങ്ങേർക്ക് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്ന ആ വേഷങ്ങളൊക്കെ കക്ഷി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപർണ ബാലമുരളി, അവർ ഇതിൽ ഹീറോയിൻ എന്ന് പറയുന്നതിനേക്കാളും ഹീറോയുടെ പരിവേഷമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇതിൽ കഥാനായകൻ എന്ന നിലയ്ക്കാണ് അപർണ ബാലമുരളി അഭിനയിച്ചിരിക്കുന്നത്. അത് അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവസാനമൊക്കെ ആകുമ്പോഴേക്കും നല്ല ആക്ഷൻ രംഗങ്ങളിലൊക്കെ അപർണ ഇറങ്ങുന്നുണ്ട്. അത് നമുക്ക് നല്ല ത്രില്ലിങ് തരുന്നുണ്ട്. അവർ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ അവർ ആക്ഷൻ രംഗങ്ങൾ ഇറങ്ങുന്നത്, അതേപോലെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അപർണ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെ കൂടാതെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ ഈ സിനിമയിൽ. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് വേഷങ്ങളുള്ളത്. അപ്പോൾ അത് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നില്ല. ഇനി ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം, യഥാർത്ഥ അഭിപ്രായം എന്താണെന്ന് പറയാം. ഇതിലെ ഹീറോയ്ക്ക് അവൻ്റെ ലൈഫിൽ പണ്ട് ചിലരൊക്കെ അവനോട് വളരെ ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ആ ക്രൂരമായി പെരുമാറിയവരോട് ഈ ഹീറോ പക തീർക്കുന്നത് അത് സിനിമയിൽ എല്ലാ സിനിമകളിലും കാണിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പ്രതികാരം ആ ഹീറോ ചെയ്യുന്നതൊക്കെ ഓക്കെ, പക്ഷേ തന്നെ ആരാണോ നോവിച്ചത് അവരുടെ വേണ്ടപ്പെട്ടവരോട് ഇവൻ ക്രൂരമായിട്ട് സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ പെരുമാറുകയാണ്. അതെങ്ങനെ ശരിയാവും? ഏത് അർത്ഥത്തിൽ അത് ലോജിക്കാവും? കാരണം എന്താണെന്ന് വെച്ചാൽ, തനിക്ക് എന്തൊക്കെയാണോ മറ്റുള്ളവർ തന്നെ നോവിച്ചത് അതിനേക്കാൾ ക്രൂരമായ അവരുടെ വേണ്ടപ്പെട്ടവരോട് ഇവൻ ക്രൂരമായി പെരുമാറുമ്പോൾ താൻ അവരെക്കാൾ വലിയൊരു ക്രൂരനായിട്ട് മാറുകയാണല്ലോ ചെയ്യുന്നത്. അതിന് ആ തന്നെ നോവിച്ച വ്യക്തികൾ ആരാണോ അവർ ഒന്നുകൂടി ബെറ്റർ ആണെന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. പിന്നെ അപർണ ബാലമുരളി, നമുക്കറിയാം അവർ നല്ല ഒരു ആരോഗ്യമുള്ള വനിതയാണ്. അപ്പോൾ അവരോട് വന്നിട്ട് ഇതിലെ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്ന കാര്യങ്ങൾ സിനിമയുടെ ആദ്യം മുതലേ നമുക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അപർണയുടെ ക്യാരക്ടറായ സ്വാതി എന്നാണ് ക്യാരക്ടർ നെയിം. അപ്പോൾ ഈ സ്വാതി അവസാനമാകുമ്പോഴേക്കും ആ വില്ലനെ അങ്ങനെ വളരെയധികം പൊരുതി മൽപ്പിടുത്തത്തിലൂടെ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് സിനിമ കണ്ട് മനസ്സിലാക്കുക. അവസാനമാകുമ്പോഴേക്കും അവരോട് നന്നായിട്ട് പോരാടുന്നുണ്ട്. അപ്പോൾ സിനിമയുടെ ആദ്യം തന്നെ അവരെന്തുകൊണ്ട് പോരാടിയില്ല എന്ന് നമുക്ക് സിനിമ
തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തോന്നിപ്പോവുകയാണ്. കാരണം അപർണയ്ക്കുള്ള ആരോഗ്യസ്ഥിതി അല്ല ഇതിലെ വില്ലനുള്ളത്. വില്ലന് ശരിക്കും പറഞ്ഞാൽ വീക്കായ ഒരു ബോഡി ലാംഗ്വേജ് ആണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവസാനം ഇവർ ഇത്രയധികം പോരാടുന്നു, അത് നേരത്തെ ആകാമായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. അതേപോലെ വില്ലൻ്റെ ഒപ്പം ഇടയ്ക്ക് വെച്ച് ഒരു ക്യാരക്ടർ സഹായിയായിട്ട് കൂടുന്നുണ്ട്. അയാൾ ഒരു നല്ല വ്യക്തിയായിട്ട് മാറിയ ഒരു വ്യക്തിയൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിലും അയാൾ പിന്നെ ചെയ്യുന്നതൊക്കെ ഈ വില്ലൻ്റെ ഒപ്പം ചേർന്നിട്ട് ക്രൂരതകളാണ്. അപ്പോൾ അയാൾ എന്തിനാണ് ഈ ഒരു വില്ലനെ സഹായിക്കാൻ കൂടെ കൂടിയത് എന്നതിനും യാതൊരു ഉത്തരവും നമുക്ക് കിട്ടുന്നില്ല. കാരണം അയാൾ നല്ലവനായിട്ടാണ് വരുന്നത്, പിന്നെ ചെയ്യുന്നതൊക്കെ വളരെ ക്രൂരതകളാണ് ഇയാളോടൊപ്പം ചേർന്നിട്ട്. അതെന്ത് ലോജിക്കാവും? പിന്നെ ഇതിലെ ഒരു ക്യാരക്ടർ ഒരു നിരപരാധിയായ ഒരു വ്യക്തിയെ കൊല്ലുന്നുണ്ട്. ശരിക്കും ആ ക്യാരക്ടറിന് ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൊലപാതകമൊന്നും ആ വ്യക്തി ചെയ്യാൻ പാകത്തിലുള്ള ഒരു മനസ്സുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നില്ല. കാരണം അയാൾക്ക് കുറേ നിന്ദനങ്ങളും ക്രൂരതകളും അയാളുടെ ലൈഫിൽ ലഭിച്ചത് കൊണ്ട് അയാൾ പ്രതികാരം ചെയ്യേണ്ടവരോട് മാത്രം ചെയ്താൽ മതി. പക്ഷെ ഇയാൾ നിരപരാധിയായ ആളെയും കൊല്ലുന്നുണ്ട്. പക്ഷെ അതിനൊരു കാരണമുണ്ട്. അയാളെ കൊന്നിട്ടില്ലെങ്കിൽ ഇയാൾ പിടിക്കപ്പെടും, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അയാളെ കൊല്ലുന്നതിന് പകരം ബന്ധനസ്ഥനാക്കി അവിടെ ഒരു മുറിയിൽ എങ്ങനെ അടച്ചു വെച്ചിരുന്നു എന്നാണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇയാൾ ഭയങ്കര ചോരക്കളിയായിട്ട് അയാളെ കൊല്ലുമ്പോൾ ഇയാളുടെ ക്യാരക്ടർ അവിടെ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതല്ലാതായി മാറുകയാണ്. അതേപോലെ വില്ലൻ്റെ ഒപ്പം സഹായിയായി കൂടുന്ന വ്യക്തിക്ക് നല്ല ബോഡി ലാംഗ്വേജ് ആണ്, നല്ല ആരോഗ്യമാണ്. ആ ആരോഗ്യം വെച്ച് നോക്കുമ്പോൾ അപർണ ബാലമുരളിയേക്കാൾ നല്ല ആരോഗ്യം അയാൾക്കുണ്ട്. അയാളെ തന്നെ അപർണയുടെ ക്യാരക്ടറായ സ്വാതി വളരെയധികം അയാളോട് പൊരുതുന്നുണ്ട്. പൊരുതിയിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ പൊരുതുന്നുണ്ട്. അപ്പോൾ ആ പൊരുതലൊക്കെ കാണുമ്പോൾ ശരിക്ക് ഇതിലെ വില്ലൻ ക്യാരക്ടർ അപർണയുടെ ഒരു പകുതി പോലും ഇല്ല ബോഡി ലാംഗ്വേജ്. അയാളെ നിഷ്പ്രയാസം സിനിമ തുടങ്ങുമ്പോൾ തന്നെ അപർണയ്ക്ക് കീഴടക്കാമായിരുന്നു എന്നാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. എന്തായാലും ക്രൈം ത്രില്ലർ മൂവികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപക്ഷെ ഈ സിനിമ ഇഷ്ടപ്പെട്ടേക്കാം. എനിക്ക് ഈ സിനിമ ഞാൻ അങ്ങനെ കണ്ടിരുന്നു, ഒരു നേരം പോക്കായി എന്ന് പറയാനേ പറ്റുകയുള്ളൂ. കാരണം ലോജിക്ക് ഇല്ലാത്ത പോലത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ വന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഷോർട്ട് ഫിലിം കണ്ട പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.